ചോരയുണ്ടോ ഈ മനുഷ്യന്? ഒന്നേ ഉള്ളൂ. അതിനെ കുത്തും തൊഴിയും കൊള്ളാനാണോ അങ്ങോട്ട് തന്നെ പറഞ്ഞയക്കുന്നത്? മോളെ, ഇന്നലെ രാത്രിയിൽ തന്നെ നിന്നെ ഇറക്കി വിടായിരുന്നത് അച്ഛന്റെ മര്യാദ. നിന്നെ പുറന്തണ്ണയിൽ കിടത്തായിരുന്നത് അച്ഛന് നിന്നുള്ള സ്നേഹം കൊണ്ട്. ഇപ്പൊ നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കുന്നത് അച്ഛൻ നിന്നോടുള്ള കൂടുതൽ സ്നേഹം കൊണ്ട്. താൻ നിർത്തുന്നുണ്ടോ? അവൾ ജീവിക്കേണ്ടത് നമ്മളുടെ കൂടെയല്ല, അവളുടെ ഭർത്താവിന്റെ കൂടെയാണ്. അവൾക്കത് ഇഷ്ടമല്ലെങ്കിലോ? ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ ശ്രമിക്കണം. ഇഷ്ടപ്പെടാതെ ഇറങ്ങി പുറപ്പെടാൻ തുടങ്ങുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഒരുപാട് വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കാണും. മോളെ, ജീവിതം ഭ്രാന്തരത്തൊരു കുതിരയാണ്. അതിനെ കടിഞ്ഞാണിട്ട് കീഴടക്കുന്നതിലാണ് കുടുംബജീവിതത്തിന്റെ വിജയം. നല്ല പാർട്ടിയാ. നേരം വെളുത്തപ്പോ മുതൽ ഞങ്ങൾ അവിടെ അന്വേഷിക്കാം. ഒന്ന് പറഞ്ഞിട്ട് പോരായിരുന്നില്ലേ? അവൾ അവളുടെ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞില്ലെന്നേ. പറഞ്ഞിട്ട് പോന്നിരുന്നെങ്കിൽ ചേട്ടാ അവിടെ കിടന്ന് ഇങ്ങനെ വിഷമിക്കോ? ഭാര്യയെ കാണാതെ കുത്തിയിരുന്ന് കരയായിരിക്കും അല്ലേ? അമ്മേ, എന്താ അമ്മയ്ക്ക്? എന്റെ പൊന്നമ്മായി, ഒരു വികാരത്തിന് ഇറങ്ങിപ്പോന്നത് ശരി. അതുപോലെ അങ്ങോട്ട് കയറി ചെന്നാൽ കാര്യം തീർന്നില്ലേ? ശ്രീനി ഇന്ന് ആഫീസിൽ പോയില്ലേ? ഇന്ന് പോകുന്ന ലക്ഷണമൊന്നുമില്ല. സങ്കടപ്പെട്ട് കുത്തിയിരിക്കുക പാവം. മോള് ചെല്ല്, ഇനി താമസിക്കണ്ട. നീ പോകാൻ തന്നെ തീരുമാനിച്ചോ? പോ മോളെ, അതാണ് നിന്റെ വീട്. ചേട്ടത്തി ചെന്ന് മോളെ എടുത്തോണ്ട് വാ. ഇപ്പൊ വരാം. ഭാരതി, എന്താ ഭാരതിക്ക്? 2 കപ്പ് കാപ്പി. സോ ഞാൻ പറഞ്ഞു വരുന്നത്, മറക്കുക, ക്ഷമിക്കുക. Forget and forgive. എന്റെ സ്വന്തം ചേട്ടനെയോ അനിയനെയോ ഇൻസൾട്ട് ചെയ്താൽ എനിക്കിതിന്റെ പകുതി വിഷമം തോന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അല്പം നിലവിട്ട് പെരുമാറിയത്. അതപ്പോഴത്തെ വിഷമം കൊണ്ടല്ലേ എന്ന് വെച്ച്. ശരിയാണ്, അവൾ ചെയ്തത് തീർച്ചയായും ധിക്കാരമാണ്. ശ്രീനി, കല്യാണം കഴിഞ്ഞ് 8 വർഷങ്ങൾക്ക് ശേഷം ജനിച്ച കുഞ്ഞാണ്. അതിന് ഒരുപാട് നേർച്ചയും വഴിപാടും ഉരുളി കമഴത്തിലും ഒക്കെ ചെയ്തതാണ്. ഒരുപാട് കൊഞ്ചിച്ചു വളർത്തി. ഞാനോ ഭാരതിയോ പോലും അവളോട് മുഖം സംസാരിച്ചിട്ടില്ല. അതൊക്കെ ശരിയാണ്. പക്ഷേ അച്ഛനമ്മമാരും ഭർത്താവും തമ്മിൽ വ്യത്യാസമില്ലേ? താൻ ഇപ്പോഴും പിടിച്ചിട്ട് തന്നെ നിൽക്കുകയാണല്ലോ. ഞാൻ എന്റെ മോളെന്നെ ആയിരിക്കല്ല. തനിക്കറിയാമോ, ഇന്നലെ രാത്രിയിൽ തന്നെ അവളെ തിരിച്ചു കൊണ്ടുവന്ന് തന്നെ ഏൽപ്പിക്കാൻ തുനിഞ്ഞതാ. പിന്നെ ഏതായാലും നേരം വെളുക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് രാവിലെ സതീഷ് വന്നത്. എനിക്ക് വിഷമമൊന്നുമില്ല. ദാറ്റ്സ് ഗുഡ്. ദാറ്റ്സ് എ സ്പിരിറ്റ് ഓഫ് ഹാർമണി. തന്നോട് ഞാനൊരു രഹസ്യം പറയാം. തന്റെ ഭാര്യയുടെ അമ്മയുണ്ടല്ലോ, എന്റെ ഭാര്യ, അവൾ എന്താ സാധനം എന്നറിയാവോ? ഏത് കാര്യത്തിലും ഏത് നേരത്തും എന്നോട് കയറി ഉടക്കും. സന്തോഷമോ സമാധാനമോ വേണ്ടെന്ന് വെക്കാം, സൂര്യം പോലും തരില്ല. എന്റെ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഞാനൊരു ഹെൻപെക്ട് ഹസ്ബൻഡ് ആണെന്നല്ലേ? ആയിക്കോട്ടെ. അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. വിമലയ്ക്ക് 3-3.5 വയസ്സുള്ളപ്പോ ശ്രീമതി ഭാരതി ഒരു ദിവസം ഞാനുമായിട്ട് ഉടക്കി കുഞ്ഞിനെ എടുത്തോണ്ട് ഒറ്റ പോക്കും. പിറ്റേ ദിവസം ഞാൻ ചെന്ന് മോളെയും കൊണ്ടുവന്നു. ഞാൻ വിളിച്ചാലേ വരുവുള്ളെന്ന് ഭാരതി, വിളിക്കയില്ലെന്ന് ഞാൻ. ഇങ്ങനെ എത്ര നാൾ കഴിഞ്ഞു? 7 വർഷം. ഒടുവിൽ ഒരു ദിവസം ശ്രീമതി ഭാരതി താനെ കയറി വന്നു. അതാണ് തന്റെ ഭാര്യയുടെ അമ്മയായ എന്റെ ഭാര്യയുടെ കഥ. കുഞ്ഞേ, വിമല കുഞ്ഞ് വന്നിട്ടുണ്ട്. കുടിക്കാൻ നിലത്തുണ്ടോ? ഇവിടെ നിൽക്കുകയാണോ? പാർട്ടിയുടെ ചമ്മി നിൽക്കുക. വാ, ഞാൻ പോയി വിളിച്ചോണ്ടിരാം. കാഫി വേണ്ട. ഒന്ന് വരണം സാറേ. നാണിക്കാനൊന്നുമില്ല. ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അദ്ദേഹം അവിടെ ചമ്മി നിൽക്കുക. ആരെങ്കിലും ഒരാൾ മുൻകൈ എടുത്തില്ലെങ്കിൽ സംഗതി ആകെ കുഴയും. അത് ഞങ്ങൾ നോക്കിക്കോളാം. താനൊന്ന് പോയേ. ആഹാ, ഇപ്പൊ ഞാൻ പുറത്തായോ? രണ്ടിനെയും കൂടി കൂട്ടിയിണക്കാൻ ഓടിത്തളർന്നത് ഞാനാ. എത്രയും വേഗം ഒരു പെണ്ണ് കിട്ടാൻ കൊതിച്ചവനായി ഞാൻ. ഇവിടത്തെ ഈ പങ്കപ്പാട് കാണുമ്പോ
അടുത്ത ജന്മത്തിൽ പോലും അതിനിടവരുത്തല്ലേ എന്നാണ് എന്റെ പ്രാർത്ഥന. ചിരിക്കൊന്നും വേണ്ട, വരൂ വരൂ, വെറുതെ ചേട്ടന്റെ മുമ്പിൽ ഹാജരാക്കട്ടെ. ചെറുക്കനെ കൊണ്ട് ഞാൻ തോറ്റു. ആ ചേട്ടാ, ദാ ചേട്ടത്തി. ഒന്ന് പോടാ. ഇപ്പൊ എന്തായി? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ രണ്ടും പുറത്താകുന്നു. വാനിപ്പോ അങ്ങോട്ടല്ല, പുറത്തേക്ക്. ഇന്ന് ആഘോഷത്തിന്റെ ദിവസമാണ്. മൈ ബർത്ത്ഡേ. Thanks. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, എത്രാമത്തെ? എനിക്കിപ്പോ 34 വയസ്സ്. എന്തോ 34 ഇയേഴ്സ്, 34 വയസ്സ്. എന്റെ ഭാര്യക്ക്, മോളെ ലൂസി, നിനക്ക് എത്ര വയസ്സായി? ഞാൻ പറയാം, 16. യു ആർ റൈറ്റ്. അവളെ കണ്ട 16 വയസ്സേ തോന്നൂ, പക്ഷേ വയസ്സ് 28 അപ്പൊ അങ്കിളും ആന്റി 20 കൊല്ലം സിംഗപ്പൂരിലായിരുന്നു പറഞ്ഞതോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ചേട്ടാ, പിന്നെ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നുണയായിരുന്നു. ഇപ്പോ പറഞ്ഞത് മാത്രമാണ് സത്യം. അപ്പോ ഈ നല്ല ദിവസത്തിന്റെ ഓർമ്മയ്ക്കായി, ഈ നല്ല നിമിഷത്തിന്റെ ഓർമ്മയ്ക്കായി ഞാൻ ഇവനെ തുറക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. എനിക്ക് വേണ്ട, വൈ? ഞാൻ കഴിക്കില്ല. മാഡം, ദിസ് ഈസ് സിമ്പിൾ ആൻഡ് പ്യൂർ സ്കോച്ച്. ഇതിൽ ആൽക്കഹോളിന്റെ അംശം വളരെ കുറവാണ്. ഇന്നത്തേക്ക് എനിക്കും ലൂസിക്കും വേണ്ടി പ്ലീസ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ചിയേഴ്സ്. Cheers. ലൂസി ഡാർലിംഗ്, കിസ് മീ. മതി, എന്റെ കോട്ട കഴിഞ്ഞു. ഇന്ന് കോട്ടയുമില്ല, റേഷനുമില്ല. യു മസ്റ്റ് കീപ് കമ്പനി വിത്ത്. വേണ്ട, ഞാൻ ഒറ്റപ്പക്കാരനാ. ഇപ്പൊ തന്നെ 2 ആയി. ഇനിയും കുടിച്ചാൽ ഒന്നും സംഭവിക്കില്ല. ഞാൻ ഏറ്റു. ശരിട്ടാ, എന്താ ഇത്? എത്രയായി? മതി. വില്യംസ്, give me large. എനിക്കൊന്ന് കുടിക്കണം. എന്താ തരില്ലേ? എന്തിനായിരുന്നു മോങ്ങുന്നേ? എനിക്കൊന്ന് ഉറങ്ങണം. നാളെ രാവിലെ ജോലിക്ക് പോണ്ട. എന്നെ കൊണ്ടുള്ള ശല്യം തീർത്തു തന്നേക്കാം. അത്രയും സന്തോഷം. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞതല്ലേ? എന്നിട്ട് കെട്ടിവലിച്ചു കൊണ്ടുപോയി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുക. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ ഭരിക്കാൻ വരരുത്. ഞാൻ എന്താണ് ഭരിക്കാൻ വന്നത്? ആ രംഗങ്ങളൊക്കെ വീണ്ടും ഇവിടെ ആവർത്തിക്കണം. നിങ്ങൾക്ക് ഭയങ്കര കോംപ്ലക്സ് ആണ്, ടെറിബിൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. എനിക്കങ്ങനെ പലതും കാണും. അത് ജനിച്ചു വളർന്ന കുടുംബത്തിന്റെ തരാറാണ്. നിന്റെ പാരമ്പര്യം ഒന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട, എനിക്കറിയാം. എന്തോന്നാ നിന്റെ പാരമ്പര്യത്തിന്? നിന്റെ അച്ഛനൊന്ന് ഉറക്ക തുമ്മിയ പെട്ടിയും തൂക്കി ഇറങ്ങി പോകുന്ന പതിവായിരുന്നല്ലോ നിന്റെ അമ്മയ്ക്ക്. ആ മനുഷ്യന് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സ്വൈര്യം കൊടുത്തിട്ടുണ്ടോ? വെറുതെ വീട്ടിലിരിക്കുന്ന എന്റെ അമ്മയെ പറഞ്ഞാലുണ്ടല്ലോ. ആഹാ, അപ്പൊ എന്റെ വീട്ടിലുള്ളവർ അവിടെ ഇരുന്നോട്ടെ. മടുത്തു, ഞാനിത് മടുത്തു. എനിക്കും മടുത്തു. ശരി, നമുക്ക് പിരിയാം. പിരിയാന്നൊരു 100 തവണ ആയല്ലോ നീ പറയുന്നത്. എന്നാലും അങ്ങ് പിരിയണം. ഞാനിപ്പോൾ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും.
ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷെ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ തിരിച്ചു വിളിച്ചോണ്ട് വരാൻ ആരും വരില്ല. തനിയെ വന്ന് കയറേണ്ടി വരും. എന്റെ പട്ടി വരില്ല. വേണ്ട, തൽക്കാലം എനിക്ക് അല്പം സ്വൈര്യം തരുമോ? അല്ലെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും ഇറങ്ങിപ്പോവും. യു ആർ സോ മീൻ. യു ഡോണ്ട് നോ ഹൗ ടു ട്രീറ്റ് എ വുമൺ. എന്തോ പരിഹസിക്കണ്ട. പഠിക്കണം. ഒരു ഭാര്യയോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിക്കണം. ശ്രമിക്കാം. അതുവരെ കാത്തിരിക്കാൻ ഞാനില്ല. ഞാനും എന്റെ കുഞ്ഞ് ഇവിടുന്ന് പോകും. കുഞ്ഞോ? അതെ, ഞാൻ പ്രസവിച്ച കുഞ്ഞ്. അത് നീ ഇവിടെ വരുമ്പോ നിനക്ക് ഗർഭം ഉണ്ടായിരുന്നില്ലല്ലോ. UKG-ലെ സുജയ്. സുജയുടെ ആരാ? ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. പായസം ഉണ്ടാക്കിയോ? ഞങ്ങള് പായസം ഉണ്ടാക്കിയല്ലോ. മോള് സ്കൂളിലേക്ക് പോയിക്കോ. ഇനി എന്നാ കാണാ? അമ്മ എന്നും ഇവിടെ വരാം. വരണോട്ടോ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. കുറച്ച് കഴിഞ്ഞിട്ട് വരും. യെസ്, ഡോക്ടർ വിമല ഹിയർ. ഹലോ ഹലോ. ഹാപ്പി ബർത്ത്ഡേ വിമല. താങ്ക് യു ഡോക്ടർ. ഡോക്ടറും ഓർമ്മിച്ചു വെച്ചിരിക്കുകയാണ് എന്റെ ബർത്ത്ഡേ. തീയതികൾ ഓർമ്മിക്കുന്ന കാര്യത്തിൽ ഞാനൊരു കമ്പ്യൂട്ടറാണെന്ന് പറഞ്ഞ എന്റെ ഹസ്ബൻഡ് എന്നെ എപ്പോഴും കളിയാക്കാറുണ്ട്. വിമല എന്തെങ്കിലും ഗ്ലൂമി ആയിരിക്കുന്നത്? സന്തോഷിക്കാൻ വല്ലതും വേണ്ടേ ഡോക്ടർ? ഞാൻ സമ്മതിച്ചിട്ടില്ല. സന്തോഷവും സങ്കടമൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഞാൻ ശ്രമിക്കാറുണ്ട്, കഴിയുന്നില്ല. എന്റെ മോളാകാനുള്ള പ്രായമേ വിമലയ്ക്കുള്ളൂ. ഒരമ്മ പറയുന്നതാണെന്ന് കരുതി കേൾക്കാമോ?
26 കൊല്ലമായി എന്റെ വിവാഹം കഴിഞ്ഞിട്ട്. എന്നെ എന്റെ ഭർത്താവ് ചീത്ത വിളിക്കാറുണ്ട്. കുറെ കേൾക്കുമ്പം ഞാനും എന്തെങ്കിലും തിരിച്ചു പറയും. കുറെ നേരം പരസ്പരം മിണ്ടാതിരിക്കും. പിന്നെ ആരെങ്കിലും ഒരാളങ്ങ് സംസാരിക്കും. വഴക്കം തീരും. എന്റെ അച്ഛനും അമ്മയോ എന്നോട് മുഖം കറുത്തൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. അവരെ പോലെ അല്ലല്ലോ ഭർത്താവ്. അന്യനായിരുന്ന ഒരാൾ ഒരു ദിവസം പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതല്ലേ. നിങ്ങൾ തമ്മിലുള്ള ഈ പിടിവാശിയുടെ ദുഃഖം മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നത് ആ കൊച്ചു കുഞ്ഞല്ലേ. ആഹാ, ആരിത്? സുജമോളോ? അച്ഛൻ തന്നേച്ചതാ. ചേട്ടത്തിക്കും രോഗികൾക്കും കൂടി ഉള്ളതാ. വർഷത്തിൽ ഒരിക്കൽ മാത്രം വന്നു വീഴുന്ന ഈ നല്ല ദിവസത്തിൽ ഈ എളിയവന്റെ വിനീതമായ ആശംസകൾ. മോള് വരും. പേഷ്യൻസിന് മോളുടെ കൈകൊണ്ട് തന്നെ കൊടുക്കാം. എനിക്കിത് മനസ്സിലാകുന്നില്ല. ഭർത്താവ് അവിടെ ഇരുന്ന് കരയുന്നു, ഭാര്യ ഇവിടെ ഇരുന്ന് കരയുന്നു. എന്നാ പിന്നെ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരിടത്തിരുന്ന് കരഞ്ഞൂടെ? പാമ്പ് കടിച്ചാലും വിരോധമില്ല, പട്ടി കടിച്ചാലും വയറ്റത്താ ഇഞ്ചക്ഷൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒന്ന് വേണോ? അജ്ഞാനി സഹോദര, നീ അല്പനാകുന്നു. എങ്ങോട്ടാ? അകത്തോട്ട്. അത് മനസ്സിലായി. എന്താ കാര്യം? ഇന്ന് 1-ാം തീയതിയാകുന്നു. പിരിവിനെ. എന്ത് പിരിവിന്? ദശാംശ പിരിവിനെ. തനിക്ക് വല്ല ജോലി ചെയ്ത് ചോദിച്ചൂടെ? അല്ലബലാതി. ഓ, ചിലപ്പോ ഇവൻ ഹിന്ദു ആയിരിക്കും. സഹോദര സന്ധ്യാഗോ സഹോദരൻ എന്താണ് ഇവിടെ? താൻ എന്താണ് ഇവിടെ? ഇന്ന് 1-ാം തീയതിയാകുന്നു. നമ്മുടെ ചില സഹോദരങ്ങൾ ഈ ഓഫീസിലുണ്ട്. ഞാൻ അവരുടെ കയ്യിൽ നിന്നും ദശാംശ പിരിവിന് ഇറങ്ങിയതാ. ആ, ഒത്തിരി പിരിച്ചു പിരിച്ച് താൻ പിരി പൊട്ടിക്കും. എന്താണ് സഹോദര പരിഹാസവചനങ്ങൾ പറയുന്നത്? ഇടോ, അവിടെ നിന്ന് ആർക്കും ശമ്പളം കിട്ടിയിട്ടില്ല. വൈകുന്നേരമേ കിട്ടത്തുള്ളൂ. ദൈവഹിതം അങ്ങനെ ആയിരിക്കും. ദൈവഹിതം അതായിരിക്കാം. പക്ഷേ എനിക്ക് ഇന്നൊരു ഹാപ്പി ഡേ ആണ്. ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടി. പിതാവേ, വേണമെങ്കിൽ തനിക്കും 100 മില്ലി വാങ്ങിത്തരാം. വന്നോളൂ. പാടില്ല സഹോദര, മദ്യപാനികളെ ദൈവം വെറുക്കുന്നു എന്നാണ്. ആര് പറഞ്ഞു? അപ്പോസ്തലനായ പൗലോസ്. അയാളോട് പോയി പണി നോക്കാൻ പറ. താൻ വരുന്നോ? സന്ധ്യാഗോ സഹോദര. എന്തിയാകോ സഹോദര? ഞാനും വരാം. കാരണം തന്റെ സഹോദരൻ മനോദുഃഖം ഉണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്തുകൂടുന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ആര്? അപ്പോസ്തലനായ You പൗലോസ്. are to lose. സഹോദര, എന്നെയും കൊണ്ടുപോകൂ സഹോദര. 100 മില്ലി അടിക്കാൻ വിളിച്ചപ്പോഴത്തേക്ക് അയാളുടെ ഒരു തത്വജ്ഞാനം. പപ്പ ഇനി വന്നാ സാറ് പണം കൊടുക്കരുത്. അത് ഞങ്ങൾ തമ്മിലല്ലേ. എലീനയുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കില്ല പോരെ. അതുകൊണ്ടല്ല സാർ, പപ്പ ഇതൊരു ഹാബിറ്റ് ആക്കും. അല്ലെങ്കിൽ തന്നെ അടുത്ത പരിചയമുള്ള എല്ലാവരോടും പപ്പ കടം വാങ്ങിച്ചിട്ടുണ്ട്.